മലയാളത്തിലെ ആദ്യത്തെ ആർക്കിടെക്ചർ മാഗസിനായ ഡിസൈനർ പ്ലസ് ബിൽഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 23 വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ പുതിയ മുഖമാണ് ഡിസൈനർ പബ്ലിക്കേഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചൂട് കുറയ്ക്കാനും ചോർച്ച ഒഴിവാക്കാനും വേണ്ടി പഴയ പരന്ന മേൽക്കൂരയുടെ സ്ഥാനത്ത് ഫ്ലോട്ടിംഗ് റൂഫ് നൽകി. ഡമ്മി വാൾ കെട്ടി മാസ്കിംഗ് ചെയ്താണ് മറ്റിടങ്ങളിൽ പുതിയ സ്ലോപ്പ് റൂഫ് സ്ഥാപിച്ചത്. ആർക്കിടെക്ട് നജ്മൽ ഹസൻ, NH+ ആർക്കിടെക്ട്സ് കോട്ടയ്ക്കൽ മലപ്പുറമാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് വെട്ടത്തുള്ള 40 സെന്റ് പ്ലോട്ടിൽ സ്ഥിതി ചെയ്യുന്ന വസതി കാലത്തിനൊത്തവണ്ണം പുതുക്കിയെടുത്തത്. അസോസിയേറ്റ് ആർക്കിടെക്റ്റുകളായ മുഹമ്മദ് റഷാദ്, യാസിർ ഷുക്കൂർ എന്നിവരും 2050 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 3800 സ്ക്വയർ ഫീറ്റിലേക്ക് വളർന്ന ഈ വീടിന്റെ പുനരുദ്ധാരണ ജോലികളിൽ പങ്കാളികളായിരുന്നു. പഴയ പൂമുഖം ലേഡീസ് ലിവിംഗ് ആയും പഴയ ലിവിംഗ് ഒരു ബാത്ത് അറ്റാച്ച്ഡ് കിടപ്പുമുറിയായും പഴയ ഡൈനിങ് സ്പേസ് ലിവിംഗ് കം സ്റ്റെയർ ഏരിയയായുമാണ് പരിവർത്തിപ്പിച്ചിരിക്കുന്നത്. വീട്ടുടമയുടെ പ്രത്യേക താല്പര്യം മുൻനിർത്തി ചുമരുകൾ പരമാവധി ഒഴിവാക്കി പൊതു ഇടങ്ങൾ തുറസായ നയത്തിലാക്കിയിട്ടുമുണ്ട്. അടുക്കളയും ഒരു കിടപ്പുമുറിയും മാത്രമേ പുതുതായി പണിതിട്ടുള്ളൂ. ഗോവണിയുടെ സ്ഥാനം മാറ്റിയാണ് വിവിധയിടങ്ങളെ പരസ്പരം കൂട്ടിയിണക്കിയത്. ഒരിടനാഴിയാണ് പഴയ ഗോവണിയുടെ സ്ഥാനത്ത് ഇപ്പോഴുള്ളത്. വെളിച്ചക്കുറവും വായുസഞ്ചാരമില്ലായ്മയും സ്ഥലപരിമിതിയും കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോഴാണ് ബിസിനസ്സുകാരനായ ഷെരീഫ് വടക്കോട്ട് ദർശനമുള്ള തന്റെ വീട് പുതുക്കാൻ തീരുമാനിച്ചത്. 3 മീറ്ററോ അതിൽ താഴെയോ വീതിയുള്ള പഴയ മുറികളെ പഴയ ചുമരുകൾ പൊളിച്ചു കളഞ്ഞ് അടിത്തറയും ലിൻഡലും പുതുതായി കെട്ടി നീട്ടിയെടുത്ത് ഏകദേശം 4.5 മീറ്റർ വീതിയുള്ള വിശാലമായ മുറികളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനൊപ്പം എല്ലായിടത്തും ലീക്ക് പ്രൂഫിംഗും ചെയ്തു. UPVC സ്ലൈഡിംഗ് ജനാലകളും WPC ഡോറുകളുമാണ് തടിയിൽ തീർത്ത പഴയ ജനലുകളുടെയും വാതിലുകളുടെയും സ്ഥാനത്ത് ഇപ്പോഴുള്ളത്. പൂമുഖവാതിൽ മാത്രം തേക്കിൻ തടി കൊണ്ട് പണിതു. ഇതിനൊപ്പം അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ തന്നെ വാതിലുകളുടെ നീളം കൂട്ടുകയും പഴയ ഗ്രില്ലുകൾ നീക്കം ചെയ്ത് പുതിയവ സ്ഥാപിക്കുകയും കൂടി ചെയ്തു. കട്ടിലുകൾ അടക്കമുള്ള പഴയ ഫർണിച്ചർ പരമാവധി പുനരുപയോഗിച്ചിട്ടുണ്ട്. പഴയ പ്ലൈവുഡ് കട്ടിലുകൾക്ക് മൈക്ക ഫിനിഷാണ് നൽകിയത്. പുനരുപയോഗ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി വളരെ പ്രകൃതി സൗഹൃദവും ഹരിതാഭവുമായി പുതുക്കിയെടുത്തപ്പോൾ വീടിന്റെ ദർശനം വടക്ക് നിന്ന് കിഴക്കോട്ടേക്ക് മാറിയിട്ടുമുണ്ട്. കേടുപാടുകൾ മൂലം പഴയ വീടിന്റെ പകുതിയോളം ഭാഗം പൊളിച്ചു നീക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട് കണ്ടാൽ പുതുക്കി പണിതതാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആരും വിശ്വസിക്കില്ല. പഴയ പൂമുഖത്തിന്റെ ഭാഗമായിരുന്ന 4 ഷോ പില്ലറുകളുടെ സാന്നിധ്യമാണ് വീടിന്റെ പഴയതും പുതിയതുമായ ഭാഗങ്ങളെ വേർതിരിച്ചറിയാൻ സഹായകരമാകുന്നത്.